കമ്പനി ചെന്ന് അവിടെ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് തന്നെ വേറെ ലെവലാണ്. അവിടെ ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ കാര്യമാണ് ഞാൻ പഠിച്ചു വന്നത്. സോ എൻ്റെ ഡ്രീം എന്ന് വെച്ചാൽ ഒരു മെഷീൻ ലേണിംഗ്, ഡാറ്റ സയൻസ്, അതൊക്കെയാണ് ഡ്രീം. അപ്പോൾ പഠിച്ച കൂടുതൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് എന്താണ്? അതെങ്ങനെയാണ് ജാസി ഓവർകം ചെയ്തത്? ഹായ്, മീറ്റ് അവർ യങ്ങസ്റ്റ് ട്രെയിനി ജാസി. ജാസി ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാസി +1 പഠിക്കുന്ന ടൈമിലാണ് നമ്മുടെ ഇവിടെ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യുന്നത്. പൈത്തൺ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ആണ് ജാസി ചൂസ് ചെയ്തത്. പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സാറ്റർഡേ ക്ലാസ്സിലും അതുപോലെ തന്നെ വെക്കേഷൻ ടൈമിലുമാണ് ആൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. സോ ജാസി, എന്താണ് ഗ്യാൽടെക് സ്കൂളിലെ ജാസിയുടെ എക്സ്പീരിയൻസ്? സോ ബേസിക്കലി പറയുകയാണെങ്കിൽ സെൽഫ് ലേണിന് പറ്റാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് പഠിക്കുന്നത്. കാരണം വെച്ചാൽ കുറേ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് സാധിക്കുന്ന അപ്പുറമാണ്. എന്ന് വെച്ചാൽ എൻ്റെ കഴിവിന് അപ്പുറമാണ് കുറേ കാര്യങ്ങൾ സാധിക്കുന്നത്. സോ അതിനോടെല്ലാം നോളേജ് കിട്ടി. കാരണം ജാങ്കോയുടെ ബേസും ജാങ്കോ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം, ജാങ്കോനെ കുറിച്ചുള്ള ഫുള്ളും പഠിച്ചു കൊടുത്തായിരുന്നു. സോ അത് കാരണം എനിക്കൊരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്കിപ്പോൾ ഉണ്ട് ചെയ്യാനായിട്ട്. സോ ജാസി, ഇന്റേൺഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ലൈവ് പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ആ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇന്റേൺഷിപ്പ് ഒരു കമ്പനി ചെന്ന് അവിടെ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് തന്നെ വേറെ ലെവലാണ്. പോരാത്തതിന് അവിടെ ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ കാര്യമാണ് ഞാൻ പഠിച്ചു വന്നത്. നല്ല എക്സ്പീരിയൻസ് ആണ്. ജാസിന്റെ പൈത്തൺ ഫുൾ സ്റ്റാക്ക് തന്നെ എടുക്കാൻ കാരണം ഒരുപാട് കോഴ്സസ് അവൈലബിൾ അല്ലേ? സോ എൻ്റെ ഒരു ഡ്രീം എന്ന് വെച്ചാൽ ഒരു മെഷീൻ ലേണിംഗ്, ഡാറ്റ സയൻസ്, അതൊക്കെയാണ് ഡ്രീം. സോ പൈത്തൺ ഞാൻ എടുത്ത് പഠിക്കുന്നതോടെ തന്നെ ആ ഒരു കരിയറിലോട്ട് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ പഠിച്ച കൂടുതൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് എന്താണ്? അതെങ്ങനെയാണ് ജാസി ഓവർകം ചെയ്തത്? ജാങ്കോ ആ സെക്ഷനിൽ എനിക്ക് ഏറ്റവും ടഫായിട്ട് തോന്നിയത് ജാങ്കോ REST ഫ്രെയിംവർക്കും ജാങ്കോൻ്റെ ഒരു ഇംപ്ലിമേഷനും. സോ ഓവർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടുത്തെ പ്രോജക്റ്റ് അല്ലാണ്ട് തന്നെ കുറേ പ്രോജക്റ്റ് പേഴ്സണലായിട്ട് ചെയ്യുകയും ഗൂഗിൾ നോക്കി മീഡിയം, ഗീക്സ് അങ്ങനത്തെ കുറേ പ്ലാറ്റ്ഫോം വെച്ച് സ്വയം പഠിക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്തത്. ഓക്കെ ജാസി, ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി ഒരു ഗ്രാജുവേഷൻ ഇത് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സോ അത് കഴിഞ്ഞ് എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? എന്ന് വെച്ചാൽ ഡിഗ്രിക്ക് ഒപ്പം തന്നെ എനിക്ക് കുറേ പേഴ്സണൽ പ്രൊജക്ട്സും പ്രൊഫൈൽ ബിൽഡ് ചെയ്യുന്ന ആഗ്രഹം. ഫ്രീലാൻസിങ് വർക്ക്സ് കിട്ടുകയാണെങ്കിൽ ചെയ്യണം. അതിൻ്റെ BCക്ക് ശേഷം നല്ലൊരു കമ്പനി പ്ലേസ് ആവുന്ന ആഗ്രഹം. സോ ഓക്കെ ജാസി, സോ ഇവിടെ പഠിച്ച എക്സ്പീരിയൻസ് വെച്ചിട്ട് നല്ല നല്ല പ്രൊജക്റ്റുകൾ ചെയ്യാൻ പറ്റട്ടെ. അത് വെച്ചിട്ട് നല്ല പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനും ഡിഗ്രി കഴിഞ്ഞിട്ട് നല്ലൊരു കമ്പനിയിൽ പ്ലേസ്ഡ് ആവാനും പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരാനും എല്ലാം ഒരു ചാൻസ് ഉണ്ടാവട്ടെ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സൈഡിൽ നിന്നുള്ള എല്ലാ ഹെൽപ്പും ഉണ്ടായിരിക്കും. സോ ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.